ശ്രീ KPM മജീദ്. സർ, 1950 മതവിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി, പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന 44.76 ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാജിദ് സേട്ട് വഖഫ് ചെയ്തിട്ടുള്ളതാണ്. 2115/1950 നമ്പർ വഖഫ് ആധാരപ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസ് രേഖകളുണ്ട്. 2009 LDF സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി MA നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ചേങ്ങാട് സെക്രട്ടറിയുമായ എൻക്വയറി കമ്മീഷന്റെ 26/6/2009 15ാമത് റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫ് റൂൾ അനുസരിച്ച് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭൂമിയിൽ മേൽ നടന്നുവരുന്ന വ്യവഹാരങ്ങൾ നിയമവിരുദ്ധമാണ്. വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത്. 20/5/2019 സംസ്ഥാന വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ EP 655/2008 പ്രകാരം പ്രസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേധയാ ഈ ഭൂമി രജിസ്റ്റർ ചെയ്യാനും ഈ ഉത്തരവ് ആവശ്യപ്പെടുന്നു. ഇത് വഖഫ് ഭൂമിയായതിനാൽ മുത്തബല്ലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബല്ലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട്. എന്നാൽ 27/2022 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷയിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തതായി മിനിറ്റ്സിൽ കാണുന്നുണ്ട്. ഇത് നിയമലംഘനമാണ്. വഖഫ് ആക്ടിലെ 54 സൂചന പ്രകാരം എക്സിക്യൂട്ടീവ് ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും. അങ്ങനെ കോടതി വിധിയിൽ പറയുന്നതന്നെ നിലവിലുള്ള നികുതി അടക്കുന്നവർക്ക് അതുമായി തുടരാനാണ് എന്ന് പറഞ്ഞാൽ നികുതി അടക്കുന്നത് മുത്തബല്ലിയാണ്, ഫാറൂഖ് കോളേജാണ്, അത് തുടരാനാണ് കോടതി വിധി. ഇനിയിപ്പോൾ അത് കോടതി വിധി എതിരാണെങ്കിൽ ആ കോടതി വിധിക്കെതിരായി ഗവൺമെന്റോ വഖഫ് ബോർഡ് അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് അറിയിക്കണം. ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ഈ ചതിക്കുഴി കൊടുക്കരുത്. ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ്. വഖഫ് ഭൂമി ഒരിക്കലും അനാധീനപ്പെട്ടു പോകാനേ പറ്റില്ല. അത് കേന്ദ്ര വഖഫ് നിയമം അനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കരുത്. അങ്ങ് ജാഗ്രത പാലിക്കണം. ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങ് കാണിക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, അന്ന് പിന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കൂടിയ യോഗത്തിൽ നിങ്ങൾ ചോദിച്ചപ്പം അത് വഖഫ് ഭൂമി അല്ല എന്ന് കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും ഞാൻ ആരുടെയും നിലപാടിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഇത് വഖഫ് ഭൂമി അല്ല എന്നൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. അതേസമയം അവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിച്ച് അവിടെ അത് പിടിച്ചെടുക്കണമെന്ന നിലപാടും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. വഖഫ് ഭൂമിയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിലപാടാണ്. മനസ്സിലായില്ലേ? ഇപ്പം സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ലീഗലായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതാണ്.